അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുന്നത് മുറയ്ക്ക് ആ പേരുകളൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നത് മൊത്തം തന്ത്രിയുടെ പേരിലാണ്. ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവും താമസിക്കുന്ന മുറയ്ക്ക് ഇതെന്താ അത്ര താമസം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് അവിടെ പണികൾ പൂർത്തിയായില്ല എന്ന് പറയുന്നതോടൊപ്പം അതല്ല ഇപ്പോൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? ഒരു അറസ്റ്റിന് പാകത്തിനുള്ള കാരണങ്ങളില്ല. അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം എങ്ങനെയാണ് തന്ത്രി സമാജം ഈ ഒരു വിഷയത്തെ കാണുന്നത്? കേരള തന്ത്രി സമാജത്തിന് ഈ അറസ്റ്റ് എന്ന് കേട്ടപ്പം മുതൽ ഒരു വലിയ ഞെട്ടലിലാണ്. സത്യം പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് സമാജം നിലനിൽക്കുന്നത്. എങ്കിലും ഈ സമയത്ത് തന്ത്രി സമാജത്തിൻ്റെ അംഗമായ കണ്ഠര് രാജീവർ അറസ്റ്റിലായതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിച്ച് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് അതിനെ തുടർന്നുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാതൊരു വിധത്തിലും ഒരു അറസ്റ്റിന് പാകത്തിനുള്ള കാരണങ്ങളില്ല എന്നുള്ളത് തന്ത്രി സമാജത്തിന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ആണ് നമ്മൾ ഇപ്പോൾ അത് പ്രതികരിച്ചത്. കേരളത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരായിട്ടുള്ള ആളുകളുടെ ഒരു സംഘടനയാണ്. അത് പാരമ്പര്യ തന്ത്രിമാരാണ് മാത്രമാണ് ഇതിന് അംഗങ്ങളായിട്ടുള്ളത്. അവരുടെയൊക്കെ ഒരു ആശയം ഏത് രീതിയിലാണെന്ന് സ്വരൂപിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മളിങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. വളരെ നിർഭാഗ്യകരമായി പോയി, ശരിയല്ലായിരുന്നു എന്ന് തോന്നുന്നു. SIT പറയുന്നത് അനുജ്ഞയുടെ കാര്യം ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താതെ കൊടുത്തു എന്നുള്ളതാണ്. ഇതൊക്കെ തെറ്റാണ് SIT പറയുന്നത്. അനുജ്ഞ കൊടുത്തു എന്ന് പറയുന്നതിന് അനുജ്ഞ എന്നുള്ളത് ഏത് രീതിയിലാണ് എന്നുള്ളത് താന്ത്രിക വിധാനത്തിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടുപണികൾക്കായിട്ടോ അതല്ല മുഴുവൻ നവീകരണത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് അനുജ്ഞ, ദേവൻ്റെ അനുജ്ഞ വാങ്ങാറുണ്ട്. അതൊരു താന്ത്രിക വിധിപ്രകാരം പൂജ കഴിച്ച് ആ പൂജയോടൊപ്പം ചിലപ്പോൾ ആ പണിയുടെ ഗ്രാവിറ്റിയുടെ അനുസരിച്ചിട്ടുള്ള ക്രിയകൾ നിശ്ചയിച്ച് തന്ത്രി തന്നെ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിച്ച് ദേവൻ്റെ അനുജ്ഞ വാങ്ങിക്കുകയും അത് പൂർത്തിയാവുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ശുദ്ധികർമ്മങ്ങളും അതിനോടൊപ്പമുള്ള ചൈതന്യവത്തായിട്ടുള്ള കലശങ്ങളും മറ്റും നിശ്ചയിച്ച് ക്ഷേത്രജ്ഞന്മാർക്ക് അത് പകർന്നു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും തന്നെ അതിനകത്ത് ചെയ്യാനില്ല. അത് അദ്ദേഹവും ചെയ്തിട്ടുണ്ടാവും. രേഖാമൂലം കൊടുത്തിട്ടുള്ളതായിട്ട് അറിവില്ല. അല്ല, രേഖാമൂലം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവണം. അത് ക്ഷേത്രജ്ഞന്മാരുടെ കടമയാണ്. അത് ഇവിടെ ആവുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഇന്ന പണികൾക്ക് അനുജ്ഞ നേടിയതിന് ഈ പൂജ പ്രകാരം അനുജ്ഞ കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തിട്ടുമുണ്ട്. പല ക്ഷേത്രങ്ങളിലും അങ്ങനെ ആവശ്യപ്രകാരം കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആവശ്യപ്പെടൽ മാത്രമാണോ ഇത് രേഖാമൂലം നൽകുക? അത്രേ ഉള്ളൂ. അല്ലാതെ തന്ത്രി തീരുമാനിച്ച് അങ്ങനെ കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഒരു ചട്ടമില്ല. അത് ഒന്നുകൂടെ വിശദീകരിക്കാമോ? ഏത് രീതിയിലാണ് അനുജ്ഞ, ഏതൊക്കെ രീതിയിൽ കൊടുക്കാം, എങ്ങനെയൊക്കെ കൊടുക്കാം, എങ്ങനെയാണ്? ഒരേ ഒരു കാര്യമുള്ളൂ. ക്ഷേത്രത്തിലെ ദേവൻ്റെ അനുജ്ഞ വാങ്ങിക്കുന്നതിന് അവിടെ പൂജ കഴിക്കുന്ന പൂജയോടൊപ്പം എന്തൊക്കെ തരത്തിലുള്ള കർമ്മങ്ങളും കൂടെ കൂട്ടി വേണമെന്ന് തന്ത്രിക്ക് നിശ്ചയിക്കുകയും അതിനുള്ള വിവേചനാധികാരം അദ്ദേഹത്തിനുമുണ്ട്. അതിനുശേഷം ആ ക്ഷേത്രജ്ഞന്മാരോട് ഇത്ര ദിവസത്തിനകം പണി പൂർത്തിയാക്കി ഇന്നിന്ന ക്രിയകളോടെ അതിൻ്റെ സമർപ്പണം നടത്തണമെന്നും പറഞ്ഞ് അവസാനിപ്പിക്കുക. ചില ക്ഷേത്രങ്ങളിൽ അത് രേഖാമൂലം ആവശ്യപ്പെടാറുണ്ട്. അത് രേഖാമൂലം വേണം എന്ന് പറയുന്ന മുറയ്ക്ക് നമ്മളത് എഴുതി കൊടുക്കാറുമുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ അതൊന്നും ആവശ്യമില്ല. ഈ അനുജ്ഞയോടുകൂടി ആ പണികൾ ആരംഭിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. ഈ മറ്റൊരു കാര്യമുള്ളത്, ഇതെല്ലാം ശബരിമല സ്വർണ്ണപ്പാളികളൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോഴും അത് തന്ത്രിക്ക് അറിയാമായിരുന്നു, തിരിച്ചു വന്നില്ല, അതറിയാമായിരുന്നു. പക്ഷേ ഒരു മൗന അനുവാദം അവിടെ നൽകി എന്നുള്ളതാണ് SIT ഇപ്പോൾ പറയുന്നത്. മൗനം എപ്പോഴാണ് ലംഘിക്കുക? പറയുമ്പോഴല്ലേ. ആ പറച്ചിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. അതിനൊക്കെ രേഖകളുണ്ടാവില്ല, അത്രയല്ലേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടാവും താമസിക്കുന്ന മുറയ്ക്ക് ഇതെന്താ അത്ര താമസം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് അവിടെ പണികൾ പൂർത്തിയായില്ല എന്ന് പറയുന്നതോടൊപ്പം അതല്ല ഇപ്പോൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? ഇപ്പം എന്താ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? എന്തിനാണ് തന്ത്രി സമാജം കരുതുന്നത്? സത്യത്തിൽ തന്ത്രി സമാജത്തിൻ്റെ ഒരു സംശയം മാത്രമാണ്. ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വൈകുന്നേരം വരെ ഈ ക്ഷേത്ര കൊള്ളയ്ക്ക്
ആധാരമായിട്ടുള്ള ആളുകളുടെ പേരുകൾ പത്രമാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ കുറേ പേരുടെ പേരുകൾ പറയുന്നുണ്ടായിരുന്നു. ഈ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുന്നത് മുറയ്ക്ക് ആ പേരുകളൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നത് മൊത്തം തന്ത്രിയുടെ പേരിലാണ്. ഈ ഒരു മാറ്റം ആവശ്യമായിട്ടുള്ളവരാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് സംശയമുണ്ട്. അത്ര മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ അവരങ്ങനെ ചെയ്തു, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ളൊന്നും യാതൊരു രീതിയിലും നമ്മൾ പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. ചില സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും സംശയമുണ്ട്. എൻ്റെ പേര് സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാട്, സൂര്യകാലടിമന. അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം തളിപ്പറമ്പിലാണ്. രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ്. പ്രസിഡൻറ്റ് പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാട്, അദ്ദേഹം പൂർണ്ണത്രയീശ ക്ഷേത്രം, എറണാകുളം ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങളിലെ തന്ത്രി കുടുംബമാണ്.